ഇന്ന് ഹൃദ്രോഗം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നിപ്പോൾ ലോകത്ത് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യരുടെ മരണത്തിൻ്റെ കാരണത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഹൃദ്രോഗമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്യാൻസർ അല്ലെങ്കിൽ കിഡ്നി രോഗം, സ്ട്രോക്ക് എന്നതൊക്കെ അതിൻ്റെ താഴെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ഈ ഒരു പെട്ടെന്നുണ്ടായ ഒരു ഇതിൻ്റെ ഒരു ഇൻക്രീസിങ് ട്രെൻഡിന് കാരണം നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റം തന്നെയാണ്. ഭക്ഷണം. അത് ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ ഹൃദ്രോഗത്തെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹൃദ്രോഗത്തെ ജീവിതശൈലി രോഗം എന്ന് വേണമെങ്കിൽ വിളിക്കാം. മാത്രമല്ല ഇത് പല ജീവിതശൈലി രോഗങ്ങളുടെ ഒരു എൻഡ് റിസൾട്ട്, കോംപ്ലിക്കേഷൻ കൂടിയിട്ടാണ്. ഇപ്പം നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത് നമ്മൾ പറയുന്നത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, അമിതഭാരം, പൊണ്ണത്തടി എന്ന് പറയുന്നത് ഒബീസിറ്റി, പിന്നെ വ്യായാമമില്ലായ്മ, പുകവലി, ഇതൊക്കെയാണ് നമ്മൾ പിന്നെ സ്ട്രെസ് വളരെ കോമൺ ആയിട്ടുള്ള. അതെ അതെ, ഇതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ആക്ച്വലി എൻഡ് റിസൾട്ടായിട്ട് ഹൃദ്രോഗത്തിലാണ് ചെന്നെത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഹൃദ്രോഗവും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കും അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതിനുള്ള കാരണം ഈ ജീവിതശൈലി രോഗങ്ങളാണ് എന്ന് പറയുന്നത്.